Hi everyone, welcome back to our channel Chandil's Crafted Stone with Care. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളാണ് ഒരു നെക്ലസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറൂൺ നെക്ലസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രെൻഡി നെക്ലസ് ആണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6mm ബ്ലാക്ക് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അത്ര പരിചയം കാണത്തില്ല. ഇതിനെ പറയുന്ന ലോക്ക് എന്നാണ്. ഇത് കണ്ട ചെറിയ കുഞ്ഞ് ബീഡ്സ് പോലെ ഇരിക്കും. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വയറിനകത്തോട്ട് നമ്മൾ ബീഡ്സ് ഇട്ടതിന് ശേഷം ആ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. അത് ഒരു സിൽവർ ബീഡ്സ്, സിൽവർ അല്ല ഗോൾഡൻ ആയാലും നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഗോൾഡൻ ബീഡ്സ് യൂസ് ചെയ്തു. അതുപോലത്തെ ഏത് സൈസിലെ ബീഡ്സ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൊളുത്താണ്. ഇവിടെ ഞാൻ സിൽവർ ബീഡ്സ് യൂസ് ചെയ്തല്ലോ, അപ്പോൾ കാണിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ സിൽവർ കൊളുത്താണ് എടുത്തേക്കുന്നത്. നമ്മൾ ഗോൾഡൻ ആണ് എടുക്കുന്നതെങ്കിൽ ഗോൾഡ് കൊളുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇനി ഈ ഒരു നെക്ലസ് നമ്മൾ ത്രെഡിലല്ല ചെയ്യുന്നത്, നമ്മളൊരു വയറിലാണ് ചെയ്യുന്നത്. ഈ വയറിന് നമ്മൾ പറയുന്നത് ഗിയർ വയർ എന്നാണ്. ഇത് നമുക്കിങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതും നമുക്ക് സിൽവറും ഗോൾഡൻ കളറും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്കപ്പോൾ കുറച്ച് ടൂൾസ് എന്തായാലും ഈ ഒരു വർക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ടൂൾസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിന് കട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ കട്ടർ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് ഈ ഗിയർ വയർ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ പ്ലെയർ നമുക്ക് ഞാൻ ലോക്ക് കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക്, ആ ലോക്ക് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലെയർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ നെക്ലസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഗിയർ വയറാണ്. ഈ ഗിയർ വയർ നമ്മൾ ആർക്കാണോ നമ്മൾ ആ നെക്ലസ് ഉണ്ടാക്കുന്നത് അവരുടെ നെക്കിൻ്റെ അളവനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നെക്കിൻ്റെ അളവ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചിങ്ങനെ എടുത്ത് അത് ഇത്രയും വേണം എന്ന് മനസ്സിലാക്കി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ കൊളുത്ത് നമുക്ക് ഇതിലോട്ട് നമുക്ക് ഗിയർ വയറിലോട്ട് അറ്റാച്ച് ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇത് ഒരു ഡിഫറെൻറ്റ് രീതിയാണ്. നമ്മൾ ത്രെഡ് ചെയ്യും പോലെ അല്ല ചെയ്യുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ആദ്യം നമ്മൾ ഈ ലോക്ക് ഞാൻ പരിചയപ്പെടുത്തിയല്ലോ, ഈ ലോക്ക് നമ്മൾ എടുക്കണം. ഈ ലോക്ക് നമ്മൾ എടുത്തിട്ട് ഫസ്റ്റ് ആ ലോക്ക് നമ്മൾ ഇതിലങ്ങ് കയറ്റുക. കണ്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഈ ലോക്ക് ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം അടുത്ത് ഈ കൊളുത്തിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് നമ്മൾ ഇങ്ങോട്ട് ഇടുന്നു. എന്നിട്ട് അടുത്ത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഈ ഒരു എൻഡിനെ എടുത്ത് ഇത് നേരത്തെ ഇട്ട ലോക്കില്ലേ അതിനകത്തൂടെ ഇനി എടുക്കുകയാണ്. ഇതിനകത്തൂടെ നമ്മൾ ഇത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കുക. ഇനി എടുത്തതിന് ശേഷം ഈ ലോക്ക് നമ്മളൊന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ട് ടൈറ്റ് ആക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് കൈ കൊണ്ട് പറ്റിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ ഈ ടൂളുണ്ടല്ലോ പ്ലെയർ കൊണ്ട് ഇതിന് വളരെ യൂസ് ഉണ്ട്. കട്ടറിൻ്റെ യൂസ് ഇനി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കും. ഉണ്ടോ, ടൈറ്റ് ആയില്ലേ? ഇനി നമ്മൾ ഇതിനെ ഇത് പൊട്ടത്തൊന്നുമില്ല, ഇത് ലോക്കാണ്. ലോക്ക് ഇതിന് വേണ്ടിയുള്ള സംഭവമാണ്. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിങ്ങനെ ആക്കിയല്ലോ. ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ലോക്ക് ഇരുന്നോളും. പക്ഷെ നമുക്കൊരു സെക്യൂർ ആക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഗം ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോക്ക് സെക്യൂർ ആയി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ലോക്ക് ആദ്യം ഈ ഗിയർ വയറിനകത്തോട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ അടുത്ത് സിൽവർ ഇതുണ്ടായിരുന്നല്ലോ, സിൽവർ ബീഡ്സ് അല്ലേ, സിൽവറോ ഗോൾഡനോ നിങ്ങൾക്ക് ഏതാ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അതെടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഇടുന്നു. ഓക്കെ, പിന്നെ നമ്മളുടെ ക്രിസ്റ്റൽ, ഇവിടെ ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്തേക്കുന്നത്, അതിടുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ആ ഒരു പാറ്റേൺ കണ്ടല്ലോ അല്ലേ? ആദ്യം ലോക്ക് ഇട്ടു, പിന്നെ സിൽവർ ഇട്ടു, പിന്നെ ബ്ലാക്ക് ഇട്ടു. ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്കിവിടെ പ്ലെയറിൻ്റെ ആവശ്യം വരുന്നത്. നമ്മളിത് കുറച്ച് ദൂരം, എത്ര ഡിസ്റ്റൻസ് വേണോ നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എടുത്തു. ഈ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഞാൻ രണ്ട് സൈഡിൽ ഞാൻ ലോക്ക് ഇട്ടിട്ടുണ്ടല്ലോ. നേരത്തെ നമ്മൾ കൊളുത്ത് സെക്യൂർ ചെയ്തതുപോലെ നമ്മൾ ഇതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കുക. കൈ കൊണ്ട് ടൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ഇങ്ങോട്ട് ആക്കിയിട്ട് ഇതിനി അങ്ങോട്ട് നീങ്ങി പോകത്തില്ല. നമ്മളിവിടെ വെച്ചിട്ട് ഇതിനെ മാക്സിമം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതും ഇവിടെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
ഈ ലോക്കിന് ടൈറ്റാക്കി കൊടുക്കുക, ഓപ്പോസിറ്റ് സൈഡിലുള്ള ലോക്ക്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഇതേ സംഭവം നമ്മൾ ഇതേ പാറ്റേൺ അങ്ങ് റിപ്പീറ്റ് ചെയ്യുവാണ്. കണ്ടോ, ഞാൻ നേരത്തെ ഇവിടെ ആയിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞ് നമ്മൾ അളവൊന്നും വേണ്ട, നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് പോലെ തോന്നുന്ന രീതിയിൽ ഇത് ഞാനിപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ നമ്മളിതിനെ അതേ ഡിസ്റ്റൻസിൽ വെച്ച് നമ്മൾ വീണ്ടും ആ പ്ലെയർ എടുത്ത് വെച്ച് നമ്മൾ ഈ ലോക്കും ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിന് ഇതേപോലത്തെ സെറ്റ് അവിടെയായിട്ട് കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസിലിട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്തു. 2 ലോക്ക് ഞാൻ പറഞ്ഞ പാറ്റേൺ ഓർമ്മയുണ്ടല്ലോ, ലോക്ക്, സിൽവർ ബീഡ്, പിന്നെ ബ്ലാക്ക് ക്രിസ്റ്റൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് സിൽവർ ബീഡ്, പിന്നെയും ലോക്ക്. അപ്പോൾ ഈ 2 ലോക്ക് സെക്യൂർ ചെയ്തു. അങ്ങനെ നമ്മൾ ഇത്രയും ഇട്ടു നമ്മളുടെ ഇതിൻ്റെ ഇതനുസരിച്ച്. ഇനി നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പിലോട്ട് വരുവാണ്. നമുക്കിതിനെ ഒന്ന് ഇത് കൊളുത്തിടണമല്ലോ. അപ്പോൾ കൊളുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ഗിയർ വയറിലോട്ട് ഞാൻ ആ ലോക്ക് ഇട്ടിട്ടുണ്ട്. ലോക്ക് ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത് സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ എൻഡ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ഞാൻ ഒരു ലോക്ക് ഓൾറെഡി ഇട്ടു, ഇവിടെ ഞാൻ ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഒരു എക്സ്ട്രാ ലോക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഈ എൻഡ്, അതായത് ലോക്കിൻ്റെ മറ്റൊരു എൻഡ് ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. എന്നിട്ട് ഇതിനെ ഞാൻ പതുക്കെ ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ട് വളച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് വീണ്ടും കയറ്റുന്നു. ഞാൻ എന്നിട്ട് ആ ഗിയർ വയറിനെ തിരിച്ച് നമ്മളിട്ടില്ലേ ലോക്ക്, ആ ലോക്കിലോട്ട് അങ്ങ് കയറ്റി. എന്നിട്ട് ഇതിനെ പതുക്കെ നമുക്ക് ടൂള് വെച്ചായാലും നമുക്കിതിനെ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ടൂള് വെച്ച് നമുക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അതിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ടൈറ്റായി വന്നോളൂ. കണ്ടോ, ടൈറ്റായി വന്നു. കണ്ടോ, അപ്പോൾ ടൈറ്റായല്ലോ. ഇനി നമുക്കിതിനെ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ശകലം ഗം നമുക്ക് തേച്ച് കൊടുക്കാം. ഓക്കെ, പക്ഷേ അതിന് മുമ്പേ ആയിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ അത് നല്ല സെക്യൂറായിട്ട് ഇരിക്കത്തുള്ളൂ. സെക്യൂറായി വേണമെങ്കിൽ നമുക്കിവിടെ കുറച്ച് ഗം നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മതി. എന്നിട്ട് ഈ എക്സ്ട്രാ ഗിയർ വയർ ഇല്ലേ, അത് നമുക്കങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ഇപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതങ്ങ് ഗം അവിടെ ഇരുന്നു. ഇനി ഇത് കുറച്ചൊരു 1 hour കഴിഞ്ഞ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, മാല ഒരു ട്രെൻഡി മാലയല്ലേ. ഇത് മാത്രമല്ല, നമുക്കിത് പല ഡിസൈൻസിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വൈറ്റിൽ ചെയ്തു, സെയിം ഇതാണ്. നമ്മൾ വൈറ്റ് ചെയ്തു, സൈഡിൽ റെഡ് ബീഡ്സ് കൊടുത്തു, പിന്നെ അതിനൊരു ഹാങ്ങിങ് കൂടെ നമ്മൾ ചെയ്തു. അപ്പോൾ അത് ഹാങ്ങിങ് ചെയ്തത് നോക്കിക്കുക, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതേപോലത്തെ ഇയർ ടാഗ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇയർ ടാഗ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ ലോക്ക് ഇട്ടിട്ടുണ്ട്. സെയിം പാറ്റേൺ ഇത് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എങ്ങനെയാണോ ലോക്ക് ചെയ്തത് അതുപോലെ ചെയ്തു. പിന്നെ ഇത് ഞാൻ ചെയ്ത് ഗിയർ വയറിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കങ്കൂസിൽ ചെയ്യാം. കങ്കൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ അത് ഇത്രയും സ്റ്റിഫ്നെസ് ആയിരിക്കത്തില്ല, ഇച്ചിരി കൂടെ അത് നമുക്ക് ഇത്രയും സ്റ്റിഫ് ആവാണ്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇന്ന് ചെയ്ത് ഒരു ട്രെൻഡി ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു എവരി വൺ.